DSLR ആക്ച്വലി കുറച്ചും കൂടി ഒരു ഇൻ്റലക്ച്വൽ സ്പേസിൽ നിൽക്കുന്ന ഒരു കമേഴ്ഷ്യൽ ഫിലിമാണ്. ത്രൂ ഔട്ട് സ്പൂൺ ഫീഡിങ് ഒന്നുമില്ല. കഥ പോലും അതിൻ്റെ അകത്ത് കഥ ഉണ്ട്, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മനസ്സിലാവുന്ന ഒരു ആംഗിൾ നിങ്ങളത് വർക്ക് ചെയ്യാൻ ആ സ്പേസിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഒന്നുകൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും, അതിൻ്റെ കഥ കിട്ടും. അത്രേ ഉള്ളൂ. അത് ഭയങ്കര സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓഫ് കോഴ്സ് അതിൽ ആൾക്കാർ എന്തിന് ഇയാൾ അറ്റാക്ക് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലർത്തുന്നതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അഗൈൻ വീണ്ടും വാച്ച് ചെയ്യുമ്പോൾ ഇത് കിട്ടുക എന്നുള്ളത് ഒരു രസമുള്ള പരിപാടിയല്ലേ? കിട്ടാൻ സാധ്യത ഉണ്ട്, സെക്കൻഡ് വാച്ചിൽ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പം മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിസ്കഷൻ്റെ ആവശ്യം വന്നേക്കാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അത്രയും ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട് നമ്മൾ ഭയങ്കര അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമല്ല. നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഭയങ്കര ബ്രില്യൻസ് കാണിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല. ഒന്ന് എത്തി ചിന്തിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളും. നമ്മൾ ഒറ്റ വാച്ചിൽ ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പുറത്ത് വന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് അത്രയേ ഉള്ളൂ അതിൽ.